Welcome to my channel. Today we are going to discuss about the Harappa land struggle. The Harappa land struggle, which began on December 31st, 2012, represents a significant chapter in the ongoing battle for land rights and marginalized communities in Kerala, particularly the Adivasis and the Dalits. 2012 ഡിസംബർ 31-ന് കേരളത്തിലുണ്ടായിരുന്ന അരിപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് സ്റ്റാർട്ട് ചെയ്തൊരു സ്ട്രഗിളാണ് ഹരിപ്പ ലാൻഡ് സ്ട്രഗിൾ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സിഗ്നിഫിക്കന്റ് ചാപ്റ്റർ ഇൻ ദ ഓൺഗോയിങ് ബാറ്റിൽ ഫോർ ലാൻഡ് റൈറ്റ്സ് എമംഗ് ദ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. കേരളത്തിനകത്തുണ്ടായിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രത്യേകിച്ച് ആദിവാസികളും ദളിതും ആയിട്ടുള്ള ആൾക്കാരുടെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഭൂസമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരമാണ് എന്ന് പറയുന്ന ഹരിപ്പ ലാൻഡ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സ്ട്രഗിളിനെയാണ് നമ്മൾ ഹരിപ്പ ലാൻഡ് സ്ട്രഗിൾ എന്ന് പേര് വിളിക്കുന്നത്. This struggle is not merely about land, it is a quest for dignity, identity and a rightful place in a society that has historically marginalized these communities. ഇതിനെ വെറും ഒരു ഭൂസമരമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അതേസമയം തന്നെ ചരിത്രപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമുദായങ്ങളെ പാർശ്വവൽക്കരിച്ച ഒരു സമൂഹത്തില് അന്തസ്സിനും സ്വത്വത്തിനും പിന്നെ അവരുടെ ശരിയായിട്ടുള്ള സ്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിളിനെയാണ് നമ്മൾ ഹരിപ്പ ലാൻഡ് സ്ട്രഗിൾ എന്ന പേരിൽ വിളിക്കുന്നത്. The events surrounding the Harappa land struggle revealed the complexities of land ownership, political manipulation, and the resilience of those who have been denied their fundamental rights for generations. ഈ ഹരിപ്പ ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ഈ സമരത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ, ഭൂവുടമസ്ഥ സങ്കീർണതകൾ, രാഷ്ട്രീയ കൃത്രിമത്വം, തലമുറകളായിട്ട് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ പ്രതിരോധശേഷി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹരിപ്പ ലാൻഡ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയ കൃത്രിമത്വത്തെ കാണാൻ സാധിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭൂ ഉടമസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണമായുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. തലമുറകളായിട്ട് പല രീതിയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ട ജനറേഷനെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ the roots of Harappa land struggle can be traced back to the historical disenfranchisement of Adivasis and Dalits in Kerala. കേരളത്തിലുണ്ടായിരുന്ന ആദിവാസികളുടെയും ദളിതന്മാരുടെയും എല്ലാം ചരിത്രപരമായിട്ടുള്ള പാർശ്വവൽക്കരണത്തിൽ നിന്നാണ് ശരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത് ഹരിപ്പ ഭൂസമരം സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഭൂമിയിൽ മേലുണ്ടായിരുന്ന അവകാശമില്ലാതാക്കുകയും അവരെ മാർജിനലൈസ് ചെയ്ത് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഹരിപ്പ സമരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. For centuries, these communities have been relegated to the margins of society, often working as agricultural laborers on lands owned by the upper caste landlords. കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ നോക്കിയാൽ ഈ സമുദായങ്ങൾ സമൂഹത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ തരംതാഴ്ത്തപ്പെടുകയും പലപ്പോഴും ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ഭൂവുടമകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കാർഷിക തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ്. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല, അവരെപ്പോഴും അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് സവർണ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ സവർണ കാസ്റ്റ് ലാൻഡ് ലോഡ്സിന്റെ ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരായിട്ടാണ് ആരറിയപ്പെടുന്നത്, ഈ പറയുന്ന ഈ ആദിവാസീസ് ദളിറ്റ്സും അറിയപ്പെടുന്നത്. Despite their integral role in the agricultural economy, they have never held ownership of the land they cultivated. ശരിക്കും ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത പ്രാധാന്യം ഉണ്ടെങ്കിൽ കൂടെയും they have never held ownership of this land. ഈ ലാൻഡുകളിൽ ഒരു തരത്തിലുള്ള ഉടമസ്ഥാവകാശം അവർക്ക് ലഭിച്ചിരുന്നില്ല. The land reforms initiated in the 1950s aimed to address these disparities but largely failed due to the various systematic issues, including the exclusion of plantations from reform measures and the reluctance of the state to fully implement existing laws like the Forest Act, etc. 1980-കളിൽ ആരംഭിച്ച ഭൂപരിഷ്കരണം എന്ന് പറയുന്നൊരു പരിപാടി, ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണം ഈ തരത്തിലുള്ള അസമത്വങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നെങ്കിലും ഈ പ്രവർത്തനങ്ങളിൽ നിന്നും തോട്ടങ്ങളെ ഒഴിവാക്കിയതും വനാവകാശ നിയമം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോഴേക്കും ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് സാധിച്ചില്ല. അത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആദിവാസി തുടങ്ങിയ ആൾക്കാരുടെ ലൈഫിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാക്കിയില്ല എന്ന് പറയാം. ലാൻഡ് റിഫോംസ് 1980-ൽ കൊണ്ടുവന്നത് aimed to address these disparities, ഈ നമ്മൾ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നെങ്കിലും ബട്ട് ലാർജ്ലി ഫെയിൽഡ്, അത് ഒരു പരാജയമായിരുന്നു. ഡ്യൂ ടു വേരിയസ് സിസ്റ്റമാറ്റിക് ഇഷ്യൂസ്, പല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ ഫലമായിട്ട് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ഇൻക്ലൂഡിംഗ് ദ എക്സ്ക്ലൂഷൻ ഓഫ് പ്ലാന്റേഷൻ ഫ്രം റിഫോം മെഷേഴ്സ്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് തോട്ടങ്ങളെ ഒഴിവാക്കി, അതായത് ലാൻഡ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട തോട്ടങ്ങളെ ഒഴിവാക്കി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വനാവകാശ നിയമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും ഇവർക്ക് സാധിച്ചില്ല. In 2011, the Kerala government declared the 90-acre Aripa Avenue forest as a surplus land after the lease held by a businessman expired. 2001 കേരള സർക്കാർ 90 ഏക്കർ വരുന്ന അരിപ്പ റവന്യൂ ഫോറസ്റ്റിനെ ഒരു ബിസിനസ് ബാറിന്റെ പാട്ട കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മിച്ച ഭൂമിയായിട്ട് അല്ലെങ്കിൽ സർപ്ലസ് ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആൻഡ് however, instead of redistributing this land to the landless Adivasis and Dalits, the government remarked a significant portion for institutional projects, including an international university campus and a biological park. This decision ignited the protest as a marginalized community, so it has yet another instance for their rights being overlooked in favor of development projects that would not benefit them. എന്നാൽ ഈ ഭൂമി ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്കും ദളിതർക്കും പുനർവിതരണം ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു അന്താരാഷ്ട്ര സർവകലാശാല ക്യാമ്പസും ബയോളജിക്കൽ പാർക്കും ഉൾപ്പെടെയുള്ള സ്ഥാപന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യപ്പെട്ടു, ഈ ഭാഗം മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത വികസന പദ്ധതികൾ അങ്ങനെയുള്ള വികസന പദ്ധതികൾക്ക് അനുകൂലമായിട്ട് അവരുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നൊരു ബോധ്യമാർക്കുണ്ടായി ഈ പറയുന്ന ജനങ്ങൾക്ക് ഉണ്ടായി. അതായത് ഈ പറയുന്ന ബയോളജിക്കൽ പാർക്കോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സർവകലാശാല ക്യാമ്പസൊന്നും ആദിവാസികളെ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായിട്ടുള്ള ഒന്നല്ല എന്ന് ആർക്ക് മനസ്സിലായി, ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാകുകയും അതിന്റെ ഫലമായിട്ട് വീണ്ടും ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യപ്പെട്ടു, അവര് ഇതിനെതിരായിട്ട് തിരികുകയും ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന തീരുമാനത്തിന് പ്രതിഷേധവുമായിട്ട് അവർ മുന്നോട്ട് വരികയും ചെയ്തു. ഇനി അരിപ്പ ഭൂസമരം വാസ് ബോൺ ഔട്ട് ഓഫ് desperation and a desire for justice. നിരാശയിൽ നിന്നും നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന അരിപ്പ ഭൂസമരം എന്ന് പറയുന്ന സമരം ആരംഭിച്ചത് പറയാൻ സാധിക്കും. In 2012 December, a large group of Adivasis, Dalits and landless persons marched into the Aripa forest. Their slogan, "We do not want 3 cents of land, we want land for cultivation," encapsulated their demand for not just any land, but land that would allow them to sustain themselves and reclaim their dignity. 2013 ഡിസംബറിൽ ആദിവാസികളെയും ദളിതുകളുടെയും പൂർവികരായിട്ടുള്ള കർഷകരുടെയൊക്കെ നേതൃത്വത്തിൽ നൈറ്റിൽ രാത്രിയിൽ എന്ത് ചെയ്യപ്പെട്ടു, ഒരു വലിയ സംഘം ആൾക്കാർ അരിപ്പ വനത്തിലേക്ക് മാർച്ച് നടത്തുകയും അവരുടെ സ്ലോഗൻ "ഞങ്ങൾക്ക് 3 സെന്റ് ഭൂമി വേണ്ട, ഞങ്ങൾക്ക് കൃഷിക്ക് ഭൂമി വേണം" എന്നുള്ള ഒരു സ്ലോഗനോട് കൂടി അവരെന്ത് ചെയ്യുകയും ചെയ്തു, ഈ പ്രദേശങ്ങളെ കൈയടക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഭൂമി മാത്രമല്ല, സ്വയം നിലനിർത്താനും അവരുടെ അന്തസ്സ് വീണ്ടെടുക്കാനും അനുവദിക്കുന്ന ഭൂമി എന്ന അവരുടെ ആവശ്യം ഇതിനകത്ത് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് എവിടെയെങ്കിലും ഭൂമി പോരാ, പകരം എന്താണ്, ഇവരെല്ലാം ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട പ്രദേശം അല്ലെങ്കിൽ സ്വയം നിലനിർത്താനും അവരുടെ അന്തസ്സിനെ വീണ്ടെടുക്കാനുള്ള പ്രദേശങ്ങൾ വേണമെന്ന് അവരെ ആവശ്യപ്പെടുകയും ചെയ്തു. The struggle marked by a series of protests, encampments and confrontations with authorities. പ്രതിഷേധങ്ങൾ, ക്യാമ്പുകൾ, അധികാരികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ രീതിയിലൊക്കെ ഈ പോരാട്ടത്തെ അവരെ അടയാളപ്പെടുത്തുകയും ചെയ്തു. The protesters faced numerous challenges, including food shortages, health issues, and hostility from local villagers who were influenced by political narratives that painted the Adivasis and Dalits as threat to the development. അപ്പോൾ ആദിവാസികളെയും ദളിതുകളെയും വികസനത്തിന് ഭീഷണികളായിട്ട് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ കാരണങ്ങൾ, സ്വാധീനിക്കപ്പെട്ട ഭക്ഷ്യക്ഷാമം, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രാദേശിക ഗ്രാമീണ ശത്രുത തുടങ്ങിയ പല പല വെല്ലുവിളികൾ പ്രതിഷേധക്കാർ നേരിട്ടു. അതായത് പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഫുഡ് ഷോർട്ടേജസ് ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ എന്ന് വെച്ചാൽ സാധാരണ അവിടെ ലോക്കൽ വില്ലേജേഴ്സ് അവർക്ക് ഈ പറയുന്ന ദളിതുമായിട്ട് ഭയങ്കരമായിട്ടൊരു ദേഷ്യവനൊരു വിദ്വേഷമുണ്ടായി. അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. Despite this advertise, the protesters remained steadfast, cultivating the land and transforming it into a productive agricultural plots, thereby demonstrating their commitment to sustainable farming practices. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയും ഈ കിട്ടിയ ഭൂമിക്കകത്ത് കൃഷി ചെയ്യുകയും ഉൽപാദനക്ഷമമായിട്ടുള്ള കാർഷിക പ്ലോട്ടുകളായിട്ട് മാറ്റുകയും ചെയ്തു. അതായത് അതിനെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള പ്ലോട്ടുകളായിട്ട് മാറ്റുകയും ചെയ്തു. അതുവഴി സുസ്ഥിരമായിട്ടുള്ള കാർഷിക രീതികളോടുള്ള അവരുടെ പ്രതിബദ്ധത അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ അവർക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു തെളിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവരങ്ങനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു പറയാം.
political manipulation and apathy. The Aripa land struggle also highlights the political manipulation that often accompanies issues and land rights. ഈ ഭൂമിയുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന രാഷ്ട്രീയ കൃത്രിമത്വത്തെക്കുറിച്ച് അരിപ്പ ഭൂമി പോരാട്ടം അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ അരിപ്പ സമരം വ്യക്തമായ സൂചനകൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ various political parties have historically used the plight of the Adivasis and Dalits as a tool for political gain, promising reforms and support during election campaigns but failing to deliver meaningful change once in power. അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചരിത്രപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആദിവാസികളെയും ദളിതുകളെ കാലാകാലങ്ങളായിട്ട് ആദിവാസികളെ ദളിതുകളെ തുടങ്ങിയ ആൾക്കാരുടെ ദുരവസ്ഥയെ രാഷ്ട്രീയ മുതൽക്കൂട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുമെങ്കിലും അവർക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഇവരുടെ അവകാശങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the UDF or United Democratic Front government, which initially ignored the protest, had previously criticized the LDF or Left Democratic Front for its handling of land issues during the Chengara land struggle. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ഗവൺമെന്റ് ചെങ്ങറ ഭൂമി സമരകാലത്ത് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന LDF ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ആ ഒരു രീതിയിൽ അതായത് ഗവൺമെന്റുകളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് മാത്രമാണ് കാണിച്ചിരുന്നതെന്ന് പറയാം. അല്ലാതെ അവർക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. This duplicity underscored the lack of genuine commitment to addressing the root causes of landless among the marginalized communities. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കിടയിലുള്ള ഭൂരഹിത കാഴ്ചപ്പാടുകളെയും ഭൂരഹിതമായുള്ള അവസ്ഥകളുടെ കാരണങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങനെ പഴിചാരുന്ന നിലപാട് മാത്രമാണ് കാണിച്ചിരുന്നത്. The government response to the Aripa protest was characterized by a series of hollow promises, including Zero Landless Kerala program, which aimed to provide secure land titles to the landless. However, many activists, including Sri Raman Koyon, the leader of the Aripa struggle, criticized this initiative as a facade that sought to confine Adivasis and Dalits to small plot of land in government approved colonies rather than empowering them to reclaim their ancestral land. അപ്പോൾ ഇവിടെ ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ പ്രോമിസസുകൾ പറയുന്നുണ്ട്. ഭൂരഹിതർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭൂമി അവകാശങ്ങൾ നൽകാനായിട്ട് ലക്ഷ്യമിട്ടുള്ള സീറോ ലാൻഡ്ലെസ് കേരള പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പുതിയ സ്കീമുകൾ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതെല്ലാം എന്താണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഈ ഒരു ഗവൺമെന്റ് ഇതിനെ കണക്കാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അരിപ്പ സമരത്തിന്റെ നേതാവായ ശ്രീരാമൻ കൊയ്യോൺ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ ഈ സംരംഭത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ സീറോ ലാൻഡ്ലെസ് കേരള പ്രോഗ്രാം തുടങ്ങിയ പ്രോഗ്രാംസിനെയൊക്കെ വിമർശിക്കുകയുണ്ടായി. അതിനകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികളെയും ദളിതുകളെയും അവരുടെ പൂർവികരുടെ ഭൂമി അല്ലെങ്കിൽ അവർക്ക് പരമ്പരാഗതമായി കിട്ടേണ്ട ഭൂമി വീണ്ടെടുക്കാൻ പ്രാപ്തരാക്കുന്നതിന് പകരമായിട്ട് സർക്കാർ അംഗീകൃത കോളനികളിൽ സർക്കാർ ചെറിയ ചെറിയ ഭൂമികൾ കൊടുത്തിട്ട് അവിടെ അവരെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ആൾക്കാർ വിമർശിച്ചതാണെങ്കിൽ അതിനെതിരായിട്ട് പോരാടിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇനി the Aripa land struggle is emblematic of a broader fight for recognition and rights among marginalized communities in India. ഇന്ത്യയിലെ മൊത്തത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അരിപ്പ ലാൻഡ് സ്ട്രഗിൾ എന്ന് പറയുന്നത് അതിനെല്ലാം ഒരു എംബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂചന നൽകുന്ന അല്ലെങ്കിൽ അവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു സമരമാണെന്ന് പറയാം. The protesters demand extend beyond mere land ownership. They seek to restore their connection to the land, which is an integral to their cultural identity and way of life. അപ്പോൾ ഇതിനകത്ത് the protesters demands extend beyond mere land ownership. ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമരം വ്യാപിക്കുന്നുണ്ട്. അതായത് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ കേവലം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനപ്പുറം വ്യാപിക്കുകയും സാംസ്കാരിക സ്വത്വത്തിനും ജീവിത രീതിക്കും അഭിവാജ്യമായ ഭൂമിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്ന് പറയാം. അതായത് the protesters demand extend beyond the mere land ownership. They seek to restore their connection to the land. ഭൂമിയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ വർദ്ധിപ്പിക്കാനും which is an integral to their cultural identity and way of life. അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുമ്പോഴേക്കും അവരുടെ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഐഡന്റിറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ നടത്തിയ സമരമായിട്ട് നമുക്ക് കണക്കാക്കാം. The struggle is a poignant reminder of the historical injustices faced by Adivasis and Dalits who have been
systematically alienated from their land and resources. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രഗിളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ്, ചരിത്രപരമായിട്ടുള്ള ഇൻജസ്റ്റിസിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഫേസ് ബൈ ആദിവാസീസ് ആൻഡ് ദളിത്, ആദിവാസികളും ദളിതന്മാരും ഫേസ് ചെയ്ത ഇൻജസ്റ്റിസിനെ അല്ലെങ്കിൽ എന്താണ് നീതിയില്ലാ സമരത്തെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. who has been systematically alienated from their land and resources, അവരുടെ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസ് നിന്നെല്ലാം അവരെ ഒഴിവാക്കിയതിന് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് അരിപ്പ സമരം എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. As the protest continued, the resilience of the Aripa forest became evident. They transformed the once fallow land into productive agricultural field, showcasing their agricultural knowledge and committed to sustainable practices. This shift not only gained respect from neighboring villages, but also highlighted the potential for self-sufficiency among marginalized communities when given access to land. പ്രതിഷേധം ഇങ്ങനെ തുറന്നു വന്നപ്പോഴേക്കും അരിപ്പ പ്രതിഷേധക്കാരുടെ പ്രതിരോധശേഷി പ്രകടമാക്കി കാണിക്കുന്നതിന് കാരണമായിട്ട് തീർന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ കാർഷിക അറിവും സുസ്ഥിര രീതികളോടുള്ള പ്രതിബദ്ധതയും പ്രദർശിപ്പിച്ചുകൊണ്ട് തരിശാറ്റ് കിടന്ന ഈ ഭൂമിയെ പൂർണ്ണമായിട്ടും ഒരു പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയുള്ള കാർഷിക മേഖലയാക്കി മാറ്റുന്നവർക്ക് സാധിച്ചു. ഈ മാറ്റം ഈ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അയൽ പ്രദേശങ്ങളിൽ നൈബറിംഗ് വില്ലേജസിനെയും എന്ത് ചെയ്തു എന്ന് പറയാം, ആൾക്കാരെയും പ്രചോദിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഈ അരിപ്പ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ ദളിത് ആദിവാസി ആൾക്കാരോട് ഒരു ബഹുമാനം തോന്നുന്ന ഒരു നിലയിലേക്ക് മാറ്റുകയും ചെയ്തു. ഭൂമി ലഭ്യമാകുമ്പോഴേക്കും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കിടയിൽ സ്വയം പര്യാപ്തത എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ഏത് മനസ്സിലാക്കുകയും ചെയ്തു. ഈ അരിപ്പ സ്ട്രഗിൾ കൂടി മനസ്സിലാക്കുകയും ചെയ്തു. അതായത് അരിപ്പ സ്ട്രഗിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും അവർ ഈ വെട്ടിയെടുത്ത അല്ലെങ്കിൽ എന്താണ് ഈ കയ്യേറ്റം ചെയ്ത അരിപ്പ ഭൂമിയിൽ അവരെന്ത് ചെയ്യപ്പെട്ടു, കൃഷി നടത്തുകയും ആ കൃഷിയിൽ വൻതോതിൽ എന്തുണ്ടാക്കുകയും ചെയ്തു, മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്തു. അതെല്ലാം മറ്റുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് ഈ അരിപ്പ ഭൂമിയിലുള്ള അല്ലെങ്കിൽ അരിപ്പയിലെ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺ ആയിട്ട് മാറുകയും ചെയ്തു എന്ന് പറയാം. The agricultural transformation of Aripa forest land stands as a powerful testament to the capabilities of Adivasi and Dalit communities. By successfully cultivating crops on land that had been deemed suitable only for institutional projects, they challenged the prevailing narratives about development and demonstrated an alternative vision based on sustainable agriculture and community empowerment. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും the agricultural transformation of the Aripa forest land, അരിപ്പയിലെ ഫോറസ്റ്റ് ലാൻഡ് ട്രാൻസ്ഫോർമേഷൻ, അത് agricultural ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് വാസ് എ പവർഫുൾ ടെസ്റ്റ്മെന്റ് ടു ദ കാപ്പബിലിറ്റീസ് ഓഫ് ആദിവാസി ദളിത് കമ്മ്യൂണിറ്റീസ്. ഈ ആദിവാസി ദളിത് കമ്മ്യൂണിറ്റീസിന്റെ ഒരു കാപ്പബിലിറ്റി കാണിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ബൈ സക്സസ്ഫുള്ളി കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഓൺ ലാൻഡ് they had been deemed suitable only for institutional projects. They challenged the prevailing narratives about development. അപ്പോൾ ഇവർ കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് നടത്തുന്ന വഴി ആ ലാൻഡിൽ നടത്തുന്ന കൃഷിയുടെ ഫലമായിട്ട് they had been deemed suitable only for institutional projects. They challenged the prevailing narratives. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലനിന്നിരുന്ന നെഗറ്റീവ്സിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. about development and demonstrated an alternative vision based on sustainable agriculture and community involvement. കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അതുവരെ നിലനിന്നിരുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നൊരു ആശയത്തെ പൂർണ്ണമായിട്ട് അവരെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ആൻഡ് ആൾട്ടർനേറ്റീവ് വിഷൻ. ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ വികസനം എന്നൊരു കാഴ്ചപ്പാടിനെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാനാണ് അരിപ്പ സമരം നമ്മളെ സഹായിക്കുന്നത്. there is an alternative vision based on sustainable agriculture and community involvement. ഒരു സുസ്ഥിരമായിട്ടുള്ള വികസനത്തെയും അതിനോടൊപ്പം തന്നെ എന്താണ് ആ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ, സുസ്ഥിരമായിട്ടുള്ള കാർഷിക രീതിയെയും അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി എംപവർമെന്റ്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഉയർച്ചയും കാണിച്ചുകൊണ്ടാണ് അരിപ്പ സമരം നമ്മളെ ഈ രീതിയിൽ ഒരു പുതിയ ഡെവലപ്മെന്റൽ ചേഞ്ചിനെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചു തരുന്നതെന്ന് പറയാം. In concluding, the Aripa land struggle is a powerful testament to the enduring spirit of resistance among Dalits in Kerala. It underscores the urgent need for land redistribution and the restoration of rights to those who have been historically disenfranchised. ഈ അരിപ്പ ലാൻഡ് സ്ട്രഗിളുടെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് വാസ് എ പവർഫുൾ ടെസ്റ്റ്മെന്റ് ടു ദ എൻഡ്യൂറിംഗ് സ്പിരിറ്റ് ഓഫ് റെസിസ്റ്റൻസ് among the
ആദിവാസി ദളിത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരുടെ ഏറ്റവും ഉറച്ച സമരങ്ങളെയാണ് നമ്മൾ അല്ലെങ്കിൽ സമരങ്ങളുടെ രീതിയാണ് നമുക്ക് അരിപ്പ ലാൻഡ് സ്ട്രഗിൾ കൂടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് അണ്ടർസ്കോർ ദ അർജന്റ് നീഡ് ഫോർ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ. ഈ സമരം നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇറ്റ് അണ്ടർസ്കോർ ദ അർജന്റ് നീഡ് ഫോർ ദ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ടു ദ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് റൈറ്റ്സ്. രണ്ട് കാര്യങ്ങൾക്ക് ഇത് മുൻതൂക്കം നൽകുന്നുണ്ട്. ഒന്ന്, വളരെ വേഗത്തിൽ തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ലാൻഡിനെ വിന്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ റീസ്റ്റോറേഷൻ ഓഫ് റൈറ്റ്സ് അവരുടെ അവകാശങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സമരമായിട്ടാണ് നമ്മൾ ഈ അരിപ്പ സമരത്തെ കാണുന്നത്. ദ സ്ട്രഗിൾ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലാൻഡ്, ഇറ്റ്സ് അബൌട്ട് റീക്ലൈമിംഗ് ഡിഗ്നിറ്റി, ഐഡന്റിറ്റി ആൻഡ് എ റൈറ്റ്ഫുൾ പ്ലേസ് ഇൻ സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലാൻഡിന് വേണ്ടി മാത്രമുള്ള ഒരു സമരമല്ല, അവരുടെ സ്വത്വത്തിനും അവരുടെ അന്തസ്സിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സമരമായിട്ടാണ് കണക്കാക്കുന്നത്. As the protesters continue their fight, they remind us that the struggle for justice is ongoing and that true development must be inclusive, recognizing the rights and voice of all communities. The Aripa land struggle serves as a beacon of hope and a call to action for all who believe in social justice and equality. ശരിക്കും പറഞ്ഞാൽ അവരുടെ പോരാട്ടം തുടരുമ്പോഴേക്കും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണെന്നും എല്ലാ സമുദായങ്ങളുടെയും അവകാശങ്ങളെയും ശബ്ദങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ വികസനം സമഗ്രമായിരിക്കണമെന്നും അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന സമരത്തിൽ എല്ലാ സമുദായത്തിലും, കേരളത്തിനകത്തുള്ള എല്ലാ സമുദായങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ എന്താണ്, അവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ വികസനം എന്ന് പറയുന്ന ഒരു സാധനം സമഗ്രമായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ നീതിയിലും സമത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഈ അരിപ്പ ഭൂമി സമരം മുന്നോട്ട് വന്നതെന്ന് പറയാം. അതായത് ദ അരിപ്പ ലാൻഡ് സ്ട്രഗിൾ serves as a beacon for hope and a call to action. ഒന്ന്, പ്രതീക്ഷയുടെ ഒരു ബീക്കൺ കൊടുക്കുകയും ഹോപ്പിനുള്ള ഒരു ബീക്കൺ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എ കോൾ ടു ആക്ഷൻ, ഒരു പ്രവൃത്തിയിലേക്കുള്ള അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സമരങ്ങളിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർ ഓൾ ഹു ബിലീവ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി, അതായത് സാമൂഹ്യ നീതിയിലും സമത്വത്തിലും എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് വന്ന സമരങ്ങൾക്കും എല്ലാം എന്ത് ചെയ്യപ്പെട്ടു, ഈ അരിപ്പ ലാൻഡ് സ്ട്രഗിൾ ഒരു മുതൽക്കൂട്ടായിരുന്നു, ഒരു പ്രചോദനമായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും.